ലിജു ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൺട്രോത്തുരുത്തിലാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പ സെൻട്രൽ സ്കൂളിൽ നിന്ന് സ്റ്റാഫ് ടൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഉണ്ട്, നമ്മുടെ ചേട്ടനുണ്ട്, സാറുണ്ട്, എല്ലാവരും വെള്ളത്തിലോട്ട് കയറാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തകർക്കും കുളിക്കും. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ യാത്ര അയക്കുകയാണ്. ഓക്കെ ബൈ, ഞങ്ങൾ വേറെ വെള്ളത്തിൽ പോകുന്നു. ഓക്കെ ബൈ. ലിജു ടോക്സിന്റെ മുതലാളി ലിജുവിനോടൊപ്പമുള്ള യാത്രയിലാണ്. മൺട്രോത്തുരുത്തിന്റെ ആ സ്വച്ഛതയും മനോഹാരിതയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറുപുഷ്പ സ്കൂളിലെ അധ്യാപകരുടെ ഒരു കൂട്ടമാണ് ഈ യാത്രയിൽ ഒപ്പമായിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ നന്മകളും. താങ്ക് യു അച്ഛാ. നമ്മുടെ ബർസാർ ക്രിസ്റ്റി അച്ഛനാണ് ഇപ്പോൾ സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ അരുൺ ഫാദർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. ഈ തുരുത്തിലൂടെയുള്ള യാത്രയാണ് ഇത്. അങ്ങനെ കുരിഞ്ഞൊരു അങ്ങനെ ആദ്യത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തലേന്ന് മുട്ടാതെ വീണ്ടും ഇവിടെ രഘുവണ്ണനാണ് നമ്മുടെ നൗക നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. രഘുവണ്ണ എണ്ണിട്ടില്ല. രഘുവണ്ണനാണ് ഞങ്ങൾ സഞ്ചരിച്ച ഈ വള്ളത്തെ നിയന്ത്രിക്കുന്നത്. ആ നാട്ടുകാരൻ തന്നെയാണ്. മൺട്രോത്തുരുത്തിന്റെ പ്രത്യേകതകൾ കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അണ്ണന് സാധിച്ചിട്ടുണ്ട്. ചെമ്മീൻ പാടത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ തെങ്ങും നെല്ലും മത്സ്യവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മൺട്രോത്തുരുത്തിന്റെ ഗ്രാമീണ ഭംഗി എന്നത് വെറും ഒരു കാഴ്ചയല്ല, അത് നാം അനുഭവിച്ചറിയേണ്ടതാണ്. ശാന്തമായ ഈ ജീവിതം ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകളെ ഈ യാത്രയിൽ കണ്ടുമുട്ടി. തുരുത്തിനെ ചുറ്റിയുള്ള പാടങ്ങളും മരങ്ങളും ഈ പ്രദേശത്തെ പച്ചപ്പിന്റെ പറദീസയാക്കുന്നു. തുരുത്തിലെ പല പാലങ്ങളും താഴ്ന്ന ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സന്ദർശകർ കൂട്ടമായി കുനിഞ്ഞു കടക്കുമ്പോൾ അതൊരു കളിയും മധുര അനുഭവമാകുന്നു. ചിരികളോടെയും നിസ്സാരമായ ആശങ്കകളോടെയും കടക്കുന്ന ഈ യാത്ര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ രസകരമാണ്. തുരുത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെ പൂർണ്ണമാക്കുന്നത് അവിടുത്തെ കണ്ടൽ കാടുകളും തുരുത്തിന്റെ ജലപരിസരവുമാണ്. കുറെ തോടുകളിലൂടെയും കായലിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ വെച്ച് നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും കാണാൻ സാധിച്ചു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരുപാട് ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു ഇത്. സൂര്യന്റെ ഉരുകുന്ന വെളിച്ചം പുഴയിലേക്ക് പതിച്ചപ്പോൾ ഞങ്ങൾക്ക് തണലൊരുക്കുകയായിരുന്നു കണ്ടൽക്കാടുകൾ. ഇതൊരു ഗുഹയല്ല, പക്ഷേ ഗുഹയാകുന്ന അനുഭവം. ജീവിതത്തെ പോറ്റാനും ഭൂമിയെ രക്ഷിക്കുവാനും നിശബ്ദമായി കാവലായി നിലകൊള്ളുന്ന പ്രകൃതിയുടെ ഒരു കൈത്താങ്ങാണ് കണ്ടൽക്കാട്. തിരമാലകളെ തടഞ്ഞ് തീരങ്ങൾ കാത്ത് ചെറുമത്സ്യങ്ങൾക്കായി ഇരുട്ടിൽ ഒളിച്ചൊരു തൊട്ടിലായി എന്നും ഈ കണ്ടൽക്കാട് നിലനിൽക്കുന്നു. ഇതിനിടയിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരവും ഹൃദയസ്പർശിയുമായ അനുഭവം പങ്കുവയ്ക്കുന്നതായിരുന്നു. പാട്ടും മേളവും കളിച്ചിരികളുമായി ഉള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. രവിചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ മൺട്രോത്തുരുത്ത് മൊത്തം കറക്റ്റി കൊണ്ടുവന്നത്. അപ്പോൾ രവിചേട്ടന് വലിയ താങ്ക്സ്. അപ്പോൾ നമ്മൾ മൺട്രോത്തുരുത്തെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്, നമ്മുടെ വണ്ടി വന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ടാറ്റ കൊടുത്തേ, ടാറ്റ വന്നേ.